ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ പ്രിലിംസ് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനിപ്പോൾ 2 മാസം നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ എങ്ങനെ പ്രിലിംസ് കടക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു തവണ ഒരു ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ വന്നിട്ടില്ല. അത് റിസൾട്ട് ജസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മെയിൻസ് അതിൻ്റെ എന്തായാലും അടുത്ത് വരും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾക്കുള്ളത് ഒരു മുമ്പ് നടന്നിട്ടുള്ള 2021 നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ കാര്യമുള്ളൂ. അപ്പോൾ അത് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പാറ്റേണിൽ പഠിക്കണം എന്നുള്ളത് കാര്യം പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജനറലി നമ്മൾക്ക് ഒരു PSC എക്സാമിനേഷൻ പഠിക്കുന്ന സമയത്ത് ആദ്യം എന്തൊക്കെയാണ് കയ്യിൽ വേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി 2 മാസം കൊണ്ട് എങ്ങനെ ഈ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടാന്നുള്ളതും പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും സിലബസ് വാസ്റ്റായിട്ട് സിലബസ് ഞാൻ ഓൾറെഡി അത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏതൊക്കെ യൂട്യൂബ് ചാനൽസാണ് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുക, ഏതൊക്കെ ടെലഗ്രാം ചാനൽസാണ് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുക, അതായത് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസൊക്കെ കടന്നുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചാനൽസും കൂടെ ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ആദ്യം നമ്മൾ നോക്കേണ്ടതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാത്തിനും ഓരോ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ 10th ലെവലാണെങ്കിൽ 12th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിവിടെ ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യം മാത്രമേ പറയുന്നത്. അപ്പോൾ ഇതിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയാം. നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമ്മളുടെ സോഷ്യലിന് മാത്രമായിട്ട്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യലിന് മാത്രമായിട്ട് 30 മാർക്ക് നമ്മൾക്ക് സോഷ്യലിന് മാത്രമായിട്ട് കിട്ടും. അതായത് ഹിസ്റ്ററി 10, ജോഗ്രഫി ഇത് 10, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ 10. ഇതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർ ഇതിന് കൂടെ പോകണം. അല്ലാതെ ഇപ്പോൾ മെയിൻസ് എക്സാമിനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു മാർക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇവിടെ അങ്ങനെയല്ല, ഇതിൻ്റെ കൂടെയാണ് അതിൻ്റെ മാർക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പേപ്പർ നല്ല രീതിയിൽ വായിച്ചിരിക്കണം. അപ്പോൾ ഹിസ്റ്ററിന്നും ജോഗ്രഫിന്നൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് കറണ്ട് അഫെയറിന് ഒരു മാർക്ക് കിട്ടുക എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സോഷ്യലിന് മാത്രമായിട്ട് 30 മാർക്ക് കിട്ടിയില്ലേ. ഇത്രയും ഭാഗം നമുക്ക് 30 കേട്ടോ. സോഷ്യലിന് മാത്രമായിട്ട് 30 കിട്ടി. അതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഡിഗ്രിയൊക്കെ സോഷ്യലിൻ്റെ സബ്ജക്റ്റിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവില്ല. അവർക്കൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഹ്യൂമാനിറ്റീസൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇത്രയും മാർക്ക് ഇതിന് മാത്രമായിട്ട് വരുന്നുണ്ടെന്ന് പറയണത്. പിന്നെ നമുക്ക് സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക് വലിയൊരു ഹോപ്പൊന്നുമില്ല. സയൻസിന് വെറും 5 മാർക്ക് മാത്രമേ ഡിഗ്രി ലെവലിൽ ചോദിക്കുള്ളൂ. കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു 5 മാർക്ക് ചോദിക്കും. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇത്രയും ഭാഗത്ത് നിന്ന് മൊത്തം 10 മാർക്കേ ചോദിക്കണുള്ളൂ. ഇതൊരു വാസ്റ്റ് സിലബസാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വളരെ വളരെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് കറണ്ട് അഫെയർ ഇത് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ കൂടെ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ മലയാളവും ലിറ്ററേച്ചറും കൂടെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും 30 മാർക്ക് നമ്മുടെ സോഷ്യലിന് കിട്ടി. അത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറഞ്ഞിട്ട് അതൊരു ഭാഗം. കമ്പ്യൂട്ടറിന് 5 മാർക്ക്, സയൻസിന് 5 മാർക്ക്. ഇതൊക്കെ കാണുമ്പോൾ പഠിക്കാൻ തോന്നില്ല അല്ലേ. ഈ 10 മാർക്ക് കിട്ടാൻ വേണ്ടി ഈ 2 സെക്ഷൻ പഠിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഇത് വെച്ചിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം മാത്സിന് 20 മാർക്കോളം കിട്ടുന്നുണ്ട്. അരിത്മെറ്റിക് 10, മെൻ്റൽ എബിലിറ്റി 10, 20 മാർക്ക് കിട്ടുന്നുണ്ട്. അരിത്മെറ്റിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അത് കാലാകാലം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരിത്മെറ്റിക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചെടുക്കാം. മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്. ഇംഗ്ലീഷ് ഗ്രാമർ 10, വൊക്കാബുലറി 10, മലയാളം വൊക്കാബുലറിയും എല്ലാം കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു പാറ്റേൺ. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ജനറലി ഒരു PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് SAT പാഠഭാഗങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അത് 10th ലെവലാണെങ്കിൽ 10th വരെയുള്ളത് പഠിക്കണം. 12th ലെവലാണെന്നുണ്ടെങ്കിൽ 10th അപ്പുറമുള്ള കാര്യങ്ങളും പഠിക്കണം. അതായത് +2 ചിലപ്പോൾ ഓപ്പൺ +2 ഒക്കെ ബുക്സൊക്കെ കിട്ടില്ലേ, ബുക്കൊക്കെ ആയിട്ട്, അത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതുപോലെ പിന്നെ ഡിഗ്രി ലെവലെത്തുന്ന സമയത്ത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവലുള്ള ടൈപ്പ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. പക്ഷേ
എല്ലാത്തിലും ബേസിക്കായിട്ട് വേണ്ടത് 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. കാരണം സോഷ്യൽ 30 മാർക്കുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ പാഠഭാഗം എല്ലാം നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ് 10th ലെവൽ എക്സാമിനേഷനൊക്കെ അതിൽ തന്നെ കൂടുതൽ ചോദിക്കാറുള്ളൂ. ഡിഗ്രി ലെവലും അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഡിഗ്രി ലെവലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ചോദ്യം തന്നു, അതിന് 4 ഓപ്ഷൻ തരും. എന്നിട്ട് എയും ബിയും ശരിയാണ്, സിയും ഡിയും ശരിയാണ്, എയും സിയും ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിട്ട് കുഴപ്പിക്കണ പോലെ. സംഭവം നമുക്ക് എല്ലാം അറിയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു എയും ബിയും സിയും ഡിയും വരുമ്പോൾ നന്നായി പഠിക്കാണ്ട് നമ്മൾക്ക് അത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ വിജയം എന്ന് പറയുന്നത്. അതായത് നന്നായി പഠിക്കുന്ന ആൾക്ക് മാത്രമേ ആ ഒരു കടമ്പ കടക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. മറ്റേത് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെങ്കിലും കുത്തും. അത് കറക്കി കുത്തിയിട്ടൊന്നും കാര്യമില്ല. കറക്കി കുത്തിക്കഴിഞ്ഞാൽ തെറ്റെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് സബ്ജക്ട് നോളേജ് ഇല്ലാണ്ട് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനെ നമുക്ക് ചാടിക്കയറിയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കറണ്ട് അഫയർ ഉണ്ടായിരുന്നു. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാനായിട്ടുള്ളത്, സാധാരണ നമ്മൾ SCRT പാഠഭാഗങ്ങൾ പഠിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ബോളിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ മറ്റേ നെറ്റിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബോൾ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലാണല്ലോ ഈ ക്വസ്റ്റ്യൻ ബോൾ കാണാം. ക്വസ്റ്റ്യൻ ബോൾ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ അത് കിട്ടും. അപ്പോൾ നമ്മൾക്ക് കുറേ ടൈപ്പ് ഓഫ് എല്ലാ പാഠഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിച്ചിരിക്കണം ഒരു PSC ഉദ്യോഗാർത്ഥി. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നല്ല മാർക്കുള്ളതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കുക. എനിക്ക് സയൻസാണ് ഇഷ്ടം, ഞാൻ സയൻസേ പഠിക്കുള്ളൂ പറഞ്ഞാൽ 5 മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ അതായത് നിങ്ങൾക്ക് സോഷ്യൽ ഇഷ്ടമില്ല പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചെടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാകും. ഒരു മെയിനായിട്ടുള്ളൊരു അതായത് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി അസിസ്റ്റൻ്റ് അടുത്ത് തന്നെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം 2 മാസത്തിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നടപടികൾ തുടങ്ങിയെന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സെക്രട്ടറി അസിസ്റ്റൻ്റ് ഇപ്പോൾ വരും. അപ്പോൾ ബാക്കി അതിന് തൊട്ട് മുമ്പുള്ള പോലീസ് ഫോഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് നോക്കുമ്പോൾ നമുക്ക് ഒരു 45 to 50, 55 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. പ്രിലിംസിൻ്റെ കാര്യം പറയണം കേട്ടോ. പോലീസ് ഫോഴ്സൊക്കെ ഇമാതിരിയൊക്കെ കട്ട് ഓഫ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, നല്ലോണം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത്രയ്ക്കേ കിട്ടുള്ളൂ. അത്രയും ടഫായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ പൊതുവേ പോലീസ് ഫോഴ്സിന് എപ്പോഴും മാർക്ക് കുറവായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കട്ട് ഓഫ് നല്ല ഹൈ കട്ട് ഓഫാണ്. അപ്പോൾ അതായത് അത്രത്തോളം കോമ്പറ്റീഷൻ കൂടി എന്നാണ് അതിനർത്ഥം. കട്ട് ഓഫ് കൂടുമെന്ന് പറഞ്ഞതിനനുസരിച്ച് ആൾക്കാർ നന്നായി പഠിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്രയും കട്ട് ഓഫ് വരുന്നത്. പിന്നെ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നതുകൊണ്ടും കട്ട് ഓഫ് കൂടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാൽ കൂടി കട്ട് ഓഫ് എന്തായാലും നല്ല രീതിയിൽ വരും. അപ്പോൾ അത് ഞാൻ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഒരു 55 to 60 റേഞ്ചിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഡിഗ്രി പ്രിലിംസിനൊക്കെ കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു 60 വരെ നമുക്ക് ഒരുപാട് ടഫാണെന്നുണ്ടെങ്കിൽ ഒരു 50 to 60 ആ റേഞ്ചിൽ, അധികം ടഫ് എന്നല്ല ഒരു ഇത്തിരി ഒരു മോഡറേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 55 to 62 വരെയൊക്കെ എൻ്റെ കട്ട് ഓഫൊക്കെ നീണ്ടു പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒട്ടുമിക്കതും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, നമ്മൾ ഡിസ്ട്രിക്ട് വൈഡ് ലിസ്റ്റ് പോലെ ആയിരിക്കില്ല. കട്ട് ഓഫ് എന്തായാലും അവിടെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ്റെ ലെവലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഇനി നമ്മളൊരു 60 മാർക്കിലൊക്കെ നമ്മൾക്ക് ചാടിക്കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനിയുള്ളത് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന 30 മാർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു 20 to 25 മാർക്ക് നമുക്കിതിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് SCRT പാഠഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. SCRT പാഠഭാഗങ്ങൾ നോക്കുക. ഇതിന് കുറേ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലാണ്ട് വെറുതെ പഠിച്ചു പോയതൊക്കെ അറിയില്ല, അതൊന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ SCRT പാഠഭാഗങ്ങൾ അതുപോലെ കുറച്ച് ഹൈ ലെവലുള്ള ബുക്കുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ +2ൻ്റെ ജോഗ്രഫി, +2ൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രീൻ്റെ ജോഗ്രഫി, ഡിഗ്രീൻ്റെ ഹിസ്റ്ററി, ആ ലെവലൊക്കെ എക്കണോമിക്സൊക്കെ ഈ പാഠഭാഗം, അതായത് ഈ എല്ലാ ഏരിയയും കുറച്ച് ഹയർ ലെവലിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ അത് 30 മാർക്കിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 to 25 മാർക്കിന് നമുക്ക് അവിടെ കിട്ടണമല്ലോ, അത് കിട്ടും. അപ്പോൾ സോഷ്യൽ കൈവിടരുത് കേട്ടോ.
ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊക്കെ അതായത് 10, 5 ഇതൊരു 20 മാർക്കിൻ്റെ കാര്യം ഇവിടെ വരുന്നുള്ളൂ. ഈ 20 മാർക്കിന് വേണ്ടിയിട്ട് തലോതി നിൽക്കാൻ ഞാൻ ഇപ്പോൾ തൽക്കാലം പറയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കുക. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ ഭാഗം പക്ക ആക്കണം കേട്ടോ. പക്ക ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ 20, 20, 10 നമുക്ക് മൊത്തം 50 മാർക്ക് കിട്ടും. മുമ്പത്തെ ഒരു 30 മാർക്കിൻ്റെ ഇതിലൊരു 28, 25 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 50 മാർക്കിൽ ഒരു 47 to 50 ഇടയിൽ നിങ്ങൾക്കൊരു റേഞ്ച് വേണം കേട്ടോ. 47 to 50, അതെ 50 ഇടയിൽ ഒരു 47 to 45 ആ ഒരു മാർക്ക് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ സാധിക്കണം. അത് കിട്ടും. കാരണം അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ഒന്നും അധികം അങ്ങനെ ഇത്തിരി കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിലും നല്ലോണം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മെൻ്റൽ എബിലിറ്റി ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക് എബിലിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു തവണ ആ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. എല്ലാ പാഠഭാഗങ്ങളും ഒരു തവണ എല്ലാം ഇന്ന പാഠഭാഗം എന്ന് പറയില്ല, എല്ലാ ഭാഗങ്ങളും ഒരു തവണയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും അത് ഉപകാരപ്പെടും. മാറി പോകുന്നില്ല അവരെ. കറണ്ട് അഫെയർ ഒക്കെ ആണെങ്കിൽ ഇന്ന് പഠിച്ച നാളേക്ക് നമുക്ക് അത് ഇന്ന് പഠിച്ച കറണ്ട് അഫെയർ നാളെ പറയുമ്പോൾ ഹിസ്റ്ററിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച കറണ്ട് അഫെയർ നാളെ പറയുമ്പോൾ നമുക്കതൊരു GK പോയിൻ്റാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കത് ഓക്കെ പറയാം. പക്ഷേ ഈ പറഞ്ഞ അരിത്തമെറ്റിക്കൊക്കെ ഇന്ന് പഠിച്ചാൽ എന്നും അത് നിങ്ങൾക്ക് അരിത്തമെറ്റിക് എബിലിറ്റി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അരിത്തമെറ്റിക് ഈ മാത്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് പഠിക്കുക. ഇത് ഞാൻ വിടാൻ പറയില്ല കേട്ടോ. ഇതിലൊന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനില്ല. ഈ ഒരു 2 ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയുള്ള യൂട്യൂബ് ചാനലാണ് ജെറിൻ സാറിൻ്റെ ട്രിക്ക് ടേൺ. ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10, 10, 20. ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഗ്രാമർ എന്ന് പറയുന്നത് ആ 10 മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു 8 to 9 മാർക്കൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഗ്രാമർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ. വൊക്കാബുലറിയാണ് പിന്നെ ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട് വരിക. അപ്പോൾ വൊക്കാബുലറി ഞങ്ങൾക്കൊരു 5 മാർക്കിന് മിനിമം ഒരു 6, 7 മാർക്കൊക്കെ നിങ്ങൾക്ക് വൊക്കാബുലറി കിട്ടും. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പരമാവധി നമ്മളുടെ PSC ബുള്ളറ്റിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളല്ലേ, അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വൊക്കാബുലറി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എളുപ്പം. ഇതിന് വേണ്ടി കുറേ യൂട്യൂബ് ചാനൽ, ജാഫേഴ്സ് ഇംഗ്ലീഷ്, രഞ്ജിസ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വൊക്കാബുലറി കേരള PSC കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് യൂട്യൂബ് വീഡിയോസും കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കുക. അതൊന്ന്. മലയാളം 10 മാർക്ക്. 10 മാർക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 മാർക്കൊക്കെ സുഖമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ പറയുന്നത് ഫ്രണ്ട്ലി PSC എന്ന് പറയുന്നത് പക്കാണ്. മലയാളം ഞാൻ മുമ്പ് മെയിൻസൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. കാരണം ഞാൻ മലയാളം ശരിക്കും പഠിച്ചെടുത്തത് ആ ഒരു ചാനലിൽ നിന്നാണ്. അവൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, എനിക്ക് LDസിൻ്റെയാണ് തോന്നുന്നത് ഒരു പ്ലേലിസ്റ്റ്. അതിൽ പക്കായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അത് മാത്രമല്ല നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനപ്പുറം നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഒരു മലയാളം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാനലിൽ ആ ഒരു പ്ലേലിസ്റ്റ് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളം എന്നുള്ളത് നിങ്ങൾ സുഖമായിട്ടൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മൾ ആ 30 മാർക്കിൽ നിന്ന് ഒരു 20 മാർക്കും കിട്ടി. ഈ താഴത്തെ 50 മാർക്കും 40 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ 4, 2, 6, 60 മാർക്ക് ഇപ്പം തന്നെ ആയില്ലേ. ഇപ്പം തന്നെ നിങ്ങൾ സേഫായി. മനസ്സിലായില്ലേ? ഇത് മിനിമം വാങ്ങിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് ഇതെന്ത് ചെയ്യാം, അങ്ങോട്ട് കൂടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് ഒക്കെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന 10 മാർക്കിൽ നിന്ന് നിങ്ങൾക്കൊരു 5, 6 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ, അത് വരും. പിന്നെ ഈ ഭാഗം നിങ്ങൾ വിട്ടുപോയാലും ഞാനതിന് കുറ്റമൊന്നും പറയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സിൻ്റെ ഒക്കെ കറണ്ട് അഫെയറിൽ പഠിക്കാമെന്ന്. അല്ലാണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഒന്നേന്ന് പഠിക്കാൻ പറയില്ല. ഇതൊക്കെ കറണ്ട് അഫെയറിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ മിനിമം ഞാൻ പറഞ്ഞ പോലെ സ്കോർ ചെയ്യുക, അതിൻ്റെ കൂടെ ബാക്കി നിങ്ങളുടെ എഫേർട്ടും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ 2 മാസത്തിനുള്ള സുഖമായിട്ട്. അപ്പോൾ ഈ 2 മാസത്തെ നിങ്ങൾ ഈ സോഷ്യലും ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് കിടക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനൊക്കെ വേണ്ടി മിനിമം നിങ്ങളൊരു 8 to 10 അവേഴ്സെങ്കിലും കണ്ടുപിടിച്ച് മതിയുള്ളൂ. ഈ 2 മാസം കൊണ്ട് പുതുതായി പഠിക്കുന്ന ആളുകൾക്ക് ഈ 2 മാസം കൊണ്ട് നിങ്ങൾ 8 to 10 മണിക്കൂറെങ്കിലും മിനിമം കയ്യിൽ വെക്കണം. 10 to 12 നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നു അത്രയും സമയത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഇതൊക്കെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി സമാധാനത്തോടെ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബട്ട് മിനിമം ഇത്ര ടൈം വെച്ചിട്ട് ഒരു ദിവസം മിനിമം 8 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 8 മണിക്കൂർ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യമല്ലേ. പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് ഒരുപോലെ ആയിരിക്കണം എന്നില്ല, എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് ഇന്നത്തെ
പെൻഡിങ് ആയിട്ടുള്ളത് നാളത്തേക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് പറ്റിയിട്ടൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ബുക്ക് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും മിനിമം നിങ്ങൾ SCRT പാഠഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബുക്കുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക, അതിനുശേഷം മാത്രം സിലബസിലേക്ക് കിടക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നതെന്നുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും പ്രിലിംസ് ക്രോസ് ചെയ്യാൻ പറ്റും. പ്രിലിംസ് ക്രോസ് ചെയ്യുന്നത് വലിയ പാടല്ല. മെയിൻസിൽ ക്രോസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടൊരു ജോലി കിട്ടാനാണ് നമുക്കൊരു പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.